وسلم. إذا مات إنسان فخمس لخمسة ولحم لديدان وعظم لتربته ومال لوراث وروح لقابض وعمل لمظلوم فعملا ليقظته. واعلموا يا أمة سيدنا وحبيبنا محمد صلى الله عليه وسلم ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം നിന്നോളവും നിനക്കില്ലേ. ലോകം അടക്കി ഭരിച്ചിരുന്നവരല്ലേ, പിടിമണ്ണ് വാരിയെറിഞ്ഞതത്ഭുതമല്ലേ. മേടക്ക് പകരം മാടമാ സുബ്ഹാന, തനിച്ചേകനായി കിടക്കേണ്ടതാണ് അസ്മാന. കണ്ണിന്റെ കുഴിയിൽ വെള്ളവും നിറഞ്ഞില്ലേ, മണ്ണിന്റെ അടിയിൽ പെട്ടതത്ഭുതമല്ലേ. സുഹൃത്തുക്കളെ വരുന്നുണ്ട് ദിവസം മഹ്ശറ, അകത്തുള്ളതെല്ലാം അന്ന് തള്ളും മഖ്ബറ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ. സയ്യിദുൽ ഉസ്മാൻ ഖബറു കണ്ടാൽ പിന്നെ ഒലിക്കുന്നതായിരു കണ്ണുകൾ ക്ഷണം തന്നെ. പരിശുദ്ധമായ മജ്ലിസുൻ നൂറിന്റെയും മജ്ലിസുൽ ഇൽമിന്റെയും എല്ലാം പരിപാവനമായ ഈ സദസ്സിൽ വേദിയിൽ സാന്നിധ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളെ, മറ്റ് സാദാത്യങ്ങളെ, മതപണ്ഡിതന്മാരെ, കാരണവന്മാരെ, രക്ഷിതാക്കളെ, ഈ കർമ്മധീരമായ കാൽവപ്പിന്റെ ഭാരവാഹികളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ സഹോദരീ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം എന്ന് വേണം പറയാൻ. അവനാണ് ലോകരക്ഷിതാവ്, അവനാണ് ഒരുമിപ്പിക്കുന്ന തമ്പുരാൻ, അവനാണ് വേർപ്പെടുത്തുന്ന തമ്പുരാൻ. വഫൗക തഖദീരിനാ ലില്ലാഹി തഖദീറുഹു. നമ്മുടെ എല്ലാം കണക്ക് കൂട്ടലുകൾക്കപ്പുറത്ത് ആ പടച്ച റബ്ബിന്റെ കണക്ക് കൂട്ടലുണ്ട്. അതിനനുസരിച്ചാണ് നമ്മൾ കടന്നു പോകുന്നത്. എവിടെ വെച്ചോ കണ്ടുമുട്ടിയോർ നാം, എവിടെയൊക്കെയോ യാത്ര ചെയ്തോർ നാം. ആലമുൽ അർവാഹാകുന്ന ഒന്നാമത്തെ ലോകത്ത് നിന്ന് ആലമുൽ അജ്സാദാകുന്ന രണ്ടാമത്തെ ലോകത്തിലേക്ക് പ്രയാണം നടത്തിയോർ നാം. ഇനി മൂന്നാമത്തെ ലോകത്തിലേക്ക് കാലെടുത്ത് വെക്കേണ്ടോർ നാം. അവിടെ നമ്മൾ മയ്യിത്താൻ, ഇവിടെ മരിക്കാത്തവർ ആരുമില്ല. കാലം അകാലമായി തീർന്നു പോകുന്നതും കാലനാൽ സന്ധ്യ എടുത്തു വരുന്നതും കാൽപ്പനിക ജന്മം ഭംഗുരമാവതും കാണാൻ കഴിയുമോ ഈ ജന്മം ഇവിടമിൽ? മാലാക വന്നു പിടിച്ചെന്റെ ദേഹിയെ, മാനുജൻ വന്നു കണ്ടു എന്റെ ദേഹമേ. പൊട്ടിച്ചിരിച്ചു അനന്തരമാച്ചിരി, പൊട്ടിക്കരയരായി രൂപപ്പെടുന്നതും കാലാൾപ്പട വന്ന് തോളിലേറ്റുമ്പോഴും കാമനും താതനും പരിതപിക്കുമ്പോഴും കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്നുള്ള ഖുർആന്റെ വചനം മറക്കല്ല സോദര. ആരാണിവിടെ ബാക്കിയായവർ? വന്നവരെല്ലാം മരിച്ചു പോയിട്ടുണ്ട്, ജനിച്ചവരെല്ലാം മരിക്കാനിരിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ മരണമാണ് നമ്മുടെ കവാടങ്ങൾ അടക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ അധ്യായങ്ങൾ അവസാനിപ്പിക്കുന്നത് മരണമാണ്. പരിശുദ്ധ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അംഗങ്ങൾക്ക്, അവിടുത്തെ സമുദായ അംഗങ്ങൾക്ക് 800 വർഷത്തെ ആയുസാൻ, 900 വർഷത്തെ ആയുസാൻ. പരിശുദ്ധ നൂഹ് നബിയും 1000ഓളം വർഷക്കാലം ജീവിച്ച മനുഷ്യനാണ്. ആ
നൂഹ് നബിയുടെ മുമ്പിലേക്ക് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി കടന്നു വരികയാണ്. റൂഹ് പിടിക്കുന്ന നേരത്തെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മലക്കുൽ മൗത്ത് ചോദിച്ചത്രേ, അല്ല നൂഹ് നബിയെ, 1000ഓളം വർഷക്കാലം 950 ചില്ലാനം വർഷക്കാലം അങ്ങ് ദുനിയാവിൽ ജീവിച്ച് അങ്ങയുടെ അവസാനത്തെ ദിവസമാണ് ഇന്നത്തെ ദിവസം. ഇന്ന് ഞാൻ അങ്ങയുടെ റൂഹ് പിടിക്കാൻ കടന്നു വന്നിരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തോടുകൂടെ അങ്ങയുടെ ആത്മാവ് അള്ളാഹുവിന്റെ ഹദറത്തിലേക്ക് പറന്നു പോവുകയാണ്. പരിശുദ്ധ നൂഹ് നബിയെ, ഈ 1000ഓളം വർഷക്കാലം ദുനിയാവിൽ ജീവിച്ച ജീവിതത്തെ പറ്റി എന്താണ് അവസാന നേരത്ത് അങ്ങേക്ക് അഭിപ്രായപ്പെടാനുള്ളത്? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറഞ്ഞു പോയത്രേ, ഒരു കവാടത്തിലൂടെ ഒരു വീടിന്റെ ഉള്ളിലേക്ക് കയറി മറ്റൊരു കവാടത്തിലൂടെ ആ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയ അതേ അനുഭവമാണ് 1000ഓളം വർഷക്കാലം ഈ ദുനിയാവിൽ ജീവിച്ച എനിക്ക് ഇപ്പൊ അനുഭവപ്പെടുന്നത് എന്ന് പരിശുദ്ധവാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മലക്കിനോട് മറുപടി പറഞ്ഞു പോയത്രേ. അതാണ് ദുനിയാവ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച കുറച്ച് ആളുകൾ പരിശുദ്ധവാനായ മൂസാ നബിയോട് വന്നിട്ട് പരാതി പറയുകയാണ്, ചെറുപ്പത്തിലെ ഞങ്ങളുടെ ആളുകൾ മരിച്ചു പോകുന്നുണ്ട് മൂസാ നബിയെ, അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യണം. കൊച്ചുപ്രായത്തിലെ മരിച്ചു പോകുന്ന കുട്ടികൾക്ക് ആയുസ്സിൽ ഒന്നുകൂടി ദൈർഘ്യം കൊടുക്കാൻ അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം. ചെറുപ്പത്തിലെ മരിച്ചു പോകുന്ന കുട്ടികളുടെ പ്രായം എത്രയാണ്? ബനു ഇസ്രായേലിൽ 300 വയസ്സാണ്, 200 വയസ്സാണ്, 250 വയസ്സാണ്. അപ്പൊ 800ഉം 900ഉം വർഷക്കാലം ജീവിക്കുന്ന ആൾക്കാർക്കിടയിൽ 200 കൊല്ലക്കാലം ജീവിച്ചൊരു മനുഷ്യൻ ശിശുവാൻ, അവൻ കുട്ടിയാൻ, അവൻ കൊച്ചുകുട്ടിയാൻ. അങ്ങനെ 200ാമത്തെ വയസ്സിൽ 300ാമത്തെ വയസ്സിൽ മരിച്ചു പോകേണ്ടി വരുന്ന ആളുകളെ പറ്റി പരാതി പറയാൻ, അവർക്ക് ആയുർദൈർഘ്യം കൊടുക്കണം എന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറയാൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് ആളുകൾ കടന്നു വന്നു പോയി. മൂസാ നബി അലൈഹിസ്സലാം ഒന്ന് ചിരിച്ചു എന്നാണ്. കാരണം ഈ ആളുകൾക്ക് കഥയൊന്നും അറിയില്ലല്ലോ. 300 വർഷമാകുമ്പോ മരിച്ചു പോകുന്ന ആൾക്കാർ കൊച്ചുകുട്ടികളാണ് ബനു ഇസ്രായേലിൽ. അതുകൊണ്ട് അവർക്ക് ആയുർദൈർഘ്യം കിട്ടാൻ അങ്ങ് ദുആ ചെയ്യണം എന്ന് മൂസാ നബിയോട് വന്നിട്ട് പറയുന്ന ആളുകളോട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു പോയി, എന്നാൽ നിങ്ങളൊന്ന് ചിന്തിക്കണം, ആകെ 100 വയസ്സിന്റെ താഴെ ആയുസ് കൊടുക്കുന്ന ഒരു സമൂഹം ഇവിടെ കടന്നു വരാനുണ്ട്. ആകെ 100 വയസ്സിന്റെ താഴെയാണ് അവരുടെ ആയുസ്. അവരുടെ കൂട്ടത്തിലുള്ള വയോവൃദ്ധന്മാര് തന്നെ 70ഉം 80ഉം 90ഉം വയസ്സുള്ള ആളുകളാണ്. 200ഉം 300ഉം വയസ്സുള്ള ആളുകൾ ബനു ഇസ്രായേലിൽ കൊച്ചുകുട്ടികളായിരുന്ന ഒരു കാലഘട്ടം ഇവിടെ കഴിഞ്ഞുപോയി. അതിന്റെ ഇടയിലാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്, ആകെ ആയുസ് 100 വയസ്സ്, ആകെ ആയുസ് 100ന്റെ ഇടയിലുള്ള വയസ്സ്. പരിശുദ്ധ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം അവിടുന്ന് തന്നെ മറുപടി പറഞ്ഞു പോയി, അഅ്മാറു ഉമ്മത്തി ബൈന 60 വ 70. എന്റെ സമുദായത്തിന്റെ വയസ്സ് 60ന്റെയും 70ന്റെയും ഇടയിലാണ്. അതിനേക്കാൾ മുകളിൽ പോകുന്നവർ എന്റെ സമുദായത്തിൽ ഉണ്ടായേക്കാം, അതിനേക്കാൾ താഴെ പ്രായത്തിൽ മരിച്ചു പോകുന്നവരും ഉണ്ടായേക്കാം. വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തി വകം മിൻ മരീലിൻ ആശ ദഹ്റൻ ഇലാ ദഹ്രി വകം മിൻ ഫതൻ യുംസി വയുസ്ബിഹു ആമിനാ വഖദ് നൂസിജത് അക്ഫാനുഹു ഫഹുവ ലാ യദ്രി. ഒരു കവി പറഞ്ഞു പോയത് അങ്ങനെയാണ്, എത്രയെത്ര ആരോഗ്യമുള്ള മനുഷ്യന്മാരാണ്, ആരോഗ്യ ദൃഢഗാത്രരാണ്. അവരുടെ ശരീരം കണ്ടാൽ ആളുകളെല്ലാം പറയുന്നതാണ്, ഇവൻ ഈ അടുത്തൊന്നും മരിച്ചു പോകാനുള്ള സാധ്യതയില്ല, ഇവന്റെ ശരീരത്തിലേക്ക് ഈ അടുത്തൊന്നും കൊളസ്ട്രോൾ വരാനുള്ള സാധ്യതയില്ല, അവന്റെ ശരീരത്തിലേക്ക് ഈ അടുത്തൊന്നും ഷുഗറും പ്രഷറും വരാനുള്ള സാധ്യതയില്ല, അവൻ പവർഫുള്ളാണ്.
തന്ത്രുസ്തിയാത്മീ ഹേവോ. അതുകൊണ്ട് തന്നെ അവന്റെ ശരീരത്തിലേക്ക് രോഗാണുക്കൾ വരാനുള്ള സാധ്യതയില്ല എന്ന് അവനെ കണ്ടിട്ട് ചില ജനങ്ങളൊക്കെ വിലയിരുത്തി. വകമ്മിൻ സ്വഹീഹിൻ, അങ്ങനെയുള്ള ആരോഗ്യ ദൃഢഗാത്രരായ എത്ര ആളുകളാണ് മാത മിൻ ഗൈരി ഇല്ലത്തി, യാതൊരു കാരണവും കൂടാതെ പെട്ടെന്ന് മരിച്ചുപോയത്രേ. ആരാണ് അവർക്ക് മരണം കൊണ്ടുവന്നത്? ആരാണ് അവരുടെ റൂഹിനെ പിടിച്ചു കൊണ്ടുവന്നത്? ഇന്ത്യ രാജ്യത്തിലെ ഒരു ബുദ്ധിജീവിയായ മതപണ്ഡിതൻ പറഞ്ഞു പോയത്രേ, എന്റെ രാജ്യത്തെ ഓരോ ജുമാഅത്ത് പള്ളിയിലെയും ഖബറിസ്ഥാനിലെ പള്ളിയിലെ ഖബറുകൾക്ക് ഓരോ ദാഹമാണ്. ഒരു ഖബർ പറയുമത്രേ, എന്റെ ശരീരത്തിലേക്ക് 30 കാരന് കിട്ടണം, എന്നാലേ എന്റെ വിശപ്പ് തീരൂ. അല്ലാഹു തആല ആ ഖബറിന് 30 കാരന്റെ മയ്യത്തിനെ കൊടുത്തിട്ട് ആ ഖബറിന്റെ വിശപ്പ് തീർക്കുകയാണ്. അപ്പുറത്തൊരു ഖബർ വിളിച്ചു പറയുമത്രേ, ഞാൻ 40 കാരിയെ കൊണ്ട് തൃപ്തിപ്പെടാം. അല്ലാഹു തആല ആ ഖബർ ആഗ്രഹിച്ച പോലെ 40 കാരിയായ പെണ്ണിന്റെ ശരീരത്തെ കൊടുത്തിട്ട് ആ ഖബറിന്റെ വിശപ്പ് തീർക്കുമത്രേ. അതിന്റെ തൊട്ടപ്പുറത്തുള്ള മീസാൻ കല്ല് നാട്ടപ്പെടാൻ പോകുന്ന ഖബറിന്റെ മണ്ണ് പറയുമത്രേ, അല്ലാഹുവേ, എനിക്ക് 10 വയസ്സുള്ള കുഞ്ഞ് മതി. 10 വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ട് ആ ഖബർ തൃപ്തിപ്പെടുകയാണ്. വകമ്മിൻ സഹീഹിൻ, എത്ര ആരോഗ്യമുള്ള മനുഷ്യന്മാരാണ് മാത മിൻ ഗൈരി ഇല്ലത്തി, ഒരു കാരണവും കൂടാതെ പൊടുന്നനെ മരിച്ചു പോകാൻ. ഉറക്കത്തിന് മരണം, ഉണർച്ചയിൽ മരണം, പത്തിരി പരുത്താൻ വേണ്ടി രാവിലത്തെ നാസ്ത കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ അടുക്കളയിലേക്ക് വന്ന ഭാര്യ പെട്ടെന്ന് ചിന്തിച്ചു പോയി, പടച്ചോനെ, എന്റെ ഭർത്താവ് 5:30 മണിക്ക് എണീക്കുന്ന മനുഷ്യനാണ്. സമയം മണി 7 ഇപ്പോഴും ആള് എണീറ്റിട്ടില്ല. പെണ്ണ് മക്കളെ വിളിച്ചിട്ട് ബെഡ്റൂമിലേക്ക് പറഞ്ഞേക്കുകയാണ്. ഉപ്പ ഇപ്പോഴും കിടന്നുറങ്ങുകയാണ്. 5-5:30 മണിക്ക് എണീക്കുന്ന നമ്മുടെ ഉപ്പ ഇപ്പോഴും നല്ല ഉറക്കിലാണ്. മക്കളെ, നിങ്ങൾ ഉപ്പയെ പോയൊന്ന് വിളിക്കണം. മക്കള് പോയി. ഉപ്പ കിടക്കുന്ന ബെഡ്റൂമിലേക്ക് പോയി. മക്കള് ഉപ്പയെ വിളിച്ചു, മിണ്ടാട്ടമില്ല. അടുക്കളയിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന ഉമ്മയോട് മക്കള് വന്നിട്ട് പറഞ്ഞത്രേ, ഉമ്മ, ഞങ്ങൾ ഉപ്പയെ വിളിച്ചു എന്നല്ല, ഞങ്ങൾ ഉരുട്ടി വിളിച്ചു, ഉപ്പ മിണ്ടുന്നില്ല. ഉമ്മ അടുക്കളയിൽ നിന്ന് കൈ കഴുകി ബെഡ്റൂമിലേക്ക് പോയി. സംഗതി അതുപോലെ ഭർത്താവിന് മിണ്ടാട്ടമില്ല. അപ്പോഴേക്ക് ക്ലിനിക്കിൽ നിന്ന് ഡോക്ടർ വന്നു. ഡോക്ടർ കൈയിന്റെ പൾസ് പിടിച്ചിട്ട് പറഞ്ഞു പോയി, ആള് മരിച്ചു പോയിട്ട് 4-4.5 മണിക്കൂറായി. ഇത്ര നേരം അർദ്ധരാത്രിയിൽ മണിയറയിൽ തന്റെ ഭർത്താവിന്റെ കൂടെ ശയ്യ പങ്കിട്ടു പോയ ഭാര്യ പോലും അറിഞ്ഞിട്ടില്ല. അവള് വിധവയായിട്ടുണ്ട് എന്ന് ഉപ്പയെ വിളിക്കാൻ ബെഡ്റൂമിലേക്ക് ഓടിപ്പോയ മക്കൾ അറിഞ്ഞിട്ടില്ല. ഓടിപ്പോയ മക്കളുടെ പേര് ഇന്ന് മുതൽ യതീമാൻ. യതീം എന്ന പേരിന്റെ ഉടമകളാണ്. പത്തിരി പരത്തിക്കൊണ്ടിരുന്ന എന്റെ പെങ്ങളെ, നീ ഇന്ന് മുതൽ വിധവ എന്ന പേരിന്റെ ഉടമയാണ്. അതാണ് ദുനിയാവിന്റെ അവസ്ഥ. മാത മിൻ ഗൈരി ഇല്ലത്തി, ഒരു കാരണവും കൂടാതെ പെട്ടെന്ന് മരിച്ചു പോവുകയാണ്. വൈദ്യശാസ്ത്രം ചിലപ്പോൾ അതിന് സൈലന്റ് അറ്റാക്ക് എന്നൊക്കെ പേര് കൊടുത്തേക്കാം. അതൊക്കെ ശരിയാണ്. മാത മിൻ ഗൈരി ഇല്ലത്തി, അപ്പുറത്ത് നമ്മൾ ദുനിയാവിനെ കാണുന്നത് എങ്ങനെയാണ്? വകമ്മിൻ മരീലിൻ, എത്ര രോഗികളാണ്. ആശ ദഹ്റൻ ഇലാ ദഹ്രീ, ഒരു കാലം വിട്ടിട്ട് അടുത്ത കാലം വരെ അവർ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരുപാട് ആയുസ് കിട്ടി. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ അത്യാസന്ന വിഭാഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട രോഗിയാണ്. രോഗിയെ വിളിച്ചിട്ട്, രോഗിയുടെ ബന്ധുക്കളെ വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, ഇനി ഇവിടെ ഹോസ്പിറ്റലിൽ വെറുതെ വെന്റിലേറ്ററിൽ കിടത്തിയിട്ട് കാര്യമില്ല, നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോക്കോ. രോഗി ചോദിക്കുന്നത് എന്തും കൊടുത്തോ, ആരുടെ ജീവിതത്തിൽ ഇനി നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ രോഗികൾ ആശ ദഹ്റൻ ഇലാ ദഹ്രീ,
അവരൊരുപാട് കാലം ജീവിച്ചു, പിന്നെയും ജീവിച്ചു, പിന്നെയും ജീവിച്ചു. അത് അല്ലാഹു കൊടുക്കുന്ന ഒരു തൗഫീഖാണ്. അതുകൊണ്ട് തന്നെ വകം മിൻ ഫതൻ, നമ്മുടെയൊക്കെ കൂട്ടത്തിൽ എത്ര ചെറുപ്പക്കാരാണ്, എത്ര ചെറുപ്പക്കാരികളാണ്. യുംസി വയുസ്ബിഹു ആമിന, നേരം വെളുക്കുന്നു, വൈകുന്നേരമാകുന്നു, വൈകുന്നേരമാകുന്നു, നേരം വെളുക്കുന്നു. അവർക്ക് ദുനിയാവിനെ പറ്റി ഒരു ബോധവുമില്ല, ആഖിറത്തിനെ പറ്റി ഒരു ബോധവുമില്ല. എന്നാൽ അവരൊന്ന് മനസ്സിലാക്കണം, വഖദ് നൂസിജത് അഖ്ഫാനുഹു ഫഹുവ ലാ യദ്രി. അവർ ഓടിച്ചാടി നടക്കുന്നതിൻ്റെ ഇടയിൽ ഒറ്റപ്പാലത്ത് അങ്ങാടിയിലെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽ ഷോറൂമിൽ നമുക്ക് അവസാനത്തെ യാത്ര പോകാനുള്ള വെള്ളശീല റോളായി കിടക്കുന്നുണ്ട് എന്ന് നമ്മളിൽ എത്ര പേര് സ്വപ്നം കണ്ടു? അതാണ് ദുനിയാവ്, അതാണ് ദുനിയാവ്. ആ ദുനിയാവിനെ ആ രീതിയിൽ പരിഗണിക്കുമ്പോഴാണ് ഇബാദത്തിനൊരു കനം കിട്ടുക. അല്ലാഹു തആല ഒരുപാട് സമയം നമുക്ക് തന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾ എന്നോട് തേടിയാൽ നിങ്ങൾക്ക് ഉത്തരണ്ട്. ആ സമയങ്ങളാണ് ഒരുപാട് നമ്മുടെ മുമ്പിലൂടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ചില പേരുകളുണ്ട്, ആ പേരിൽ ചില പേരുകൾ വിളിച്ചാൽ നിങ്ങൾക്ക് ഉത്തരമുണ്ട്. ചില പണ്ഡിതന്മാര് പറഞ്ഞു, അത് യാ ഹയ്യോ യാ ഖയ്യൂം എന്ന പേരാണ്. ആ പേര് വിളിച്ചിട്ട് നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം ഉറപ്പാണ്. വേറെ ചില പണ്ഡിതന്മാര് പറഞ്ഞു, അത് യാ വദൂദ് എന്ന പേരാണ്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദൊക്കെ എവിടെയെങ്കിലും മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ, അത്യാവശ്യമായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഉത്തരം കിട്ടൽ നിർബന്ധമാണ് എന്ന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നാൽ ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കൈ നട്ടിട്ടൊരു ദുആ ഉണ്ട്. യാ വദൂദ് യാ വദൂദ് യാ വദൂദ് യാ ഫആലുൽ ലിമാ യുരീദ്. അല്ലാഹുവേ, വദൂദായ റബ്ബേ, കൃപാലുവായ റബ്ബേ, ദയാലുവായ റബ്ബേ, ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം താ അല്ലാഹ്. നമ്മളൊക്കെ ചിന്തിക്കണം, ഹിയ ദുനിയാ അഖല്ലു മിനൽ ഖലീലി വആശിഖുഹാ അദല്ലു മിനൽ ദലീലി. ഈ ദുനിയാവ് കുറഞ്ഞതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞതാണ്. ആ ദുനിയാവിന്റെ പിറകെ പോകുന്ന കമിതാവ് നിന്യന്മാരിൽ വെച്ച് ഏറ്റവും നിന്യനാണ് എന്ന് കവി നമ്മളെ പഠിപ്പിക്കുകയാണ്. വളരെ കുറഞ്ഞതല്ലേ ദുനിയാവ്? ആ ദുനിയാവിന് വേണ്ടിയിട്ടാണ് നമ്മൾ തേടുന്നത്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ പ്രായം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അതിൻ്റെ ഇടയിൽ ശൈശവം കഴിയണം, ഈ 60ഉം 70ഉം വയസ്സിന്റെ ഇടയിൽ യൗവനം കഴിയണം, കൗമാരം കഴിയണം, മധ്യവയസ്കരാകുന്ന അവസ്ഥ കഴിയണം. ആകെ ഒരു മനുഷ്യന്റെ ആയുർദൈർഘ്യത്തിന്റെ ഒരാൾക്ക് അല്ലാഹു പൂർണ്ണമായ ആയുസ് ദുനിയാവിൽ കൊടുത്താൽ അവന്റെ ആയുസിന്റെ ഘട്ടം 5 എണ്ണമാണ്. ഒന്നാമത്തത് തുഫൂലത്ത്, അത് ചൈൽഡ്ഹുഡ് സ്റ്റേജ് ആണ്, അഥവാ അവൻ ശിശുവാകുന്ന സന്ദർഭമാണ്, ശൈശവ ദശയാണ്. ആ കാലം എന്ന് പറഞ്ഞാൽ ഒട്ടും പൊട്ടും തിരിയാത്ത ഒരു പക്വതെത്താത്ത പ്രായമാണ്. അവിടെ ഓടി ചാടി വണ്ടി കളിച്ചു, നമ്മുടെ പ്രായം കഴിഞ്ഞു. ആ ശൈശവം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ഘട്ടം ഷബാബ്, കൗമാരത്തിലൂടെ ടീനേജിലൂടെ നമ്മൾ യൂത്ത് സ്റ്റേജിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ യങ്സ്റ്റേഴ്സ് ആവുകയാണ്, നമ്മൾ യൗവനത്തിന്റെ ഘട്ടത്തിലേക്ക് ചേക്കേറുകയാണ്. ഗവാദി ഹംനെ ജോ അസ്ലാഫ് സേ മീറാത്ത് പായി തീ, सुरैया से जमीन तक आसमान ने हमको दे मारा. कभी ये नौजवान मुस्लिम तदब्बर भी किया तूने, वो क्या गिरदों था तू जिसका है एक टूटा हुआ तारा. ആരായിരുന്നു എൻ്റെ മുസ്ലിം ചെറുപ്പക്കാരാ? നമ്മളെല്ലാം ഒരു കാലത്ത് വാനലോകത്ത് വെട്ടിത്തിളങ്ങുന്ന വെള്ളി നക്ഷത്രത്തിന്റെ സിംഹാസനത്തിൽ ഇരുന്നവരാണ് നമ്മളെല്ലാം. ആ യുവാക്കളാണ് ബദരീങ്ങൾ, അവരാണ് താരിഖ് ഇബ്നു സിയാദിന്റെ അനുയായികൾ, അവരാണ് പടയോട്ടം നടത്തിയവർ, അവരാണ് ഇതിഹാസ തുല്യമായ ചരിത്രത്തിന്റെ രചനരേഖയെ രചിച്ചവർ, അവരാണ് വിപ്ലവം കുറിച്ചവർ, അവരാണ് രാജകുമാരന്മാര്, അവരാണ് പോരാളികൾ, അവരാണ് തേരോട്ടം നടത്തിയവർ. അവരിലൂടെയാണ് ഇവിടെ പരിവർത്തനങ്ങളുടെ പടപ്പാട്ട് മുഴക്കപ്പെട്ടത്. അവരാണ് മാതൃക. നാളെ അർശിന്റെ തണൽ ലഭിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 7 പ്രധാനികളാണ്. അവരിൽ ഒരു
പ്രധാനിയെ പറ്റി പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിന്റെ ആരാധനയിലൂടെ ജീവിച്ചു പോയ യുവാവാൻ. ആ പ്രായം തന്നെ ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. നമ്മുടെ യൗവനത്തെ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ നമ്മൾ എപ്പോഴാണ് ഉപയോഗപ്പെടുത്തുന്നത്? അപ്പോഴാണ് അർശിന്റെ തണൽ ലഭ്യമാകുന്നത്. യൗവനത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ആഫിയത്ത് തന്നൊരു സമയമാണ്. ആഫിയത്ത് പ്ലസ് വർഷിപ്പ്, പവർ പ്ലസ് വർഷിപ്പ്. നമ്മൾ ചിന്തിക്കണം, നമുക്കൊരു ഭാഗത്ത് എനർജി കിട്ടുകയാണ്, നമ്മൾ വളരെ എനർജറ്റിക് ആയിരിക്കുന്ന സമയമാണ് നമ്മുടെ യൗവനത്തിന്റെ സമയം. ആ യൗവനത്തിന്റെ സമയം അല്ലാഹു ആരോഗ്യം കൊടുത്ത മുഅ്മിനെ നമ്മൾ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ, ഒരാൾ വാർദ്ധക്യ രോഗങ്ങൾ എത്തിയതിന്റെ ശേഷം ചെയ്യുന്ന ഇബാദത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ യൗവനത്തിലാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ, മസലുൽ ഇബാദത്തി ശാബി ഫൗക ഖബ്ല ശൈഖൂഖ, വാർദ്ധക്യം എത്തുന്നതിന്റെ മുമ്പ് ഇബാദത്ത് ചെയ്യുന്ന യുവാവിന്റെ അവസ്ഥ എന്താണ്? കമസലിൽ മുർസലീൻ അലാ സായിരിൻ നാസ്, മറ്റ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ജനങ്ങളിൽ നിന്ന് അംബിയാ മുർസലീങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന സ്ഥാനം എത്രയാണോ അതുപോലെയുള്ള സ്ഥാനമാണ് യൗവനദശയിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരന് അല്ലാഹു കൊടുക്കുന്ന സ്ഥാനമെന്ന് പരിശുദ്ധ റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹത്താ മതാ അന ഫീ ഹല്ലിൻ വതിർഹാലി വതൂലി സഇം വൈദ് ബാരിം വഇഖ്ബാലി ഫീ മശ്രിഖിൽ അർളി തൂറ ثم مغربها لا يخطر الموت من حرص على البالي ولو قعدت أتاني الرزق من سعته إن القنوع الغنى لا كثرة المال. പോവണ്ടയോ സഹോദര പരലോകത്തെങ്ങും പാർക്കുവാൻ, പോകും പാടിക്കുള്ള ഭക്ഷണം പൊതിയിൽ നിറക്കുവീക്ഷണം. നമ്മളൊക്കെ ഇവിടെ പരലോകത്തേക്കുള്ള യാത്രയിലാണ്. അതിൻ്റെ ഇടയിലുള്ള ഒരു സത്രമല്ലയോ ഈ സത്രം? ഇവിടെ വെച്ച് നമ്മൾ കണ്ടുമുട്ടുകയാണ്. ഇത് കഴിഞ്ഞ് ഒരു നിതാന്തമായ അനന്തമായ യാത്രയുണ്ട്. അതുകൊണ്ടൊരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണം അവന്റെ ജീവിതത്തിന്റെ ഒടുക്കമല്ല, തുടക്കമാണ്. നമ്മളിൽ പല ആൾക്കാരും തെറ്റിദ്ധരിച്ച അങ്ങനെയാണ്, മരിച്ചാൽ എല്ലാം കഴിഞ്ഞ്. ഇല്ല, മരിച്ചാൽ തുടങ്ങണുള്ളൂ. മരിച്ചാലുള്ള ജീവിതത്തിന്റെ തുടക്കം നല്ലതാക്കണോ ചീത്തയാക്കണോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയച്ച ഒരു അഗ്രികൾച്ചർ ഗ്രൗണ്ടാണ് ശരിക്കും ദുനിയാവ്, മസ്റഅത്തുൽ ആഖിറ. ഇവിടെ അതിന്റെ മുമ്പ് ഒരു പരീക്ഷണത്തിന് വേണ്ടി നമ്മളെ പരിശുദ്ധ തമ്പുരാന് പറഞ്ഞേക്കുകയാണ്. അള്ളാഹു നമ്മളെ പറഞ്ഞേക്കുകയാണ്. ആ പറഞ്ഞേക്കലിൽ ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. ആ പരീക്ഷണങ്ങളൊക്കെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ്, ആ മനസ്സിന്റെ അന്തസ്സത്ത നമ്മൾ പ്രകടിപ്പിക്കുമ്പോഴാണ് ദുനിയാവ് ദുനിയാവായി തീരുന്നത്. അങ്ങനെ ദുനിയാവിനെയൊക്കെ പാകപ്പെടുത്തിയ ആൾക്കാരുണ്ട്, അങ്ങനെ ദുനിയാവിനെ കണ്ട ആൾക്കാരുണ്ട്. ആ ദുനിയാവിലൂടെ ജീവിച്ചപ്പോ സുഖലോലുപതക്ക് സ്ഥാനം കൊടുക്കാതെ അള്ളാഹുവിന്റെ ഖബറ്, സ്വർഗം, പരലോകം ഇതൊക്കെ കണ്ട ആൾക്കാരുണ്ട്. നമ്മൾ ശരിക്കൊന്ന് ചിന്തിക്കുക. 3 ശീലയിൽ നമ്മളെ ഒറ്റ തടി ഇങ്ങനെ പൊതിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ജനാസയുടെ കട്ടിലിൽ നമ്മളെ ചുമന്നിങ്ങനെ പള്ളിയിലേക്ക് കൊണ്ടുപോയി മയ്യത്ത് വെച്ച് കടപ്പാടുകളെ പറ്റിയൊക്കെ ഇമാമോ ബന്ധപ്പെട്ടവരോ ബന്ധപ്പെട്ട ജനങ്ങളെ ഉണർത്തി നമ്മളെ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് അവിടുന്ന് സ്ട്രക്ചറിൽ നമ്മൾ എടുത്തിട്ട് 6 അടി മണ്ണിലേക്ക് ഇങ്ങനെ വെക്കുമ്പോ ഈ കവിളുണ്ടല്ലോ, എന്റെ കുഞ്ഞു പെങ്ങളെ, അടിയന്തരത്തിന് പോയപ്പോ പോലും നമ്മൾ റോസ് പൗഡർ ഇട്ട് മിനുക്കിയ നമ്മുടെ വലത് കവിള്, ആ കവിളത്ത് നിന്ന് ശീല മാറ്റുകയാണ്. അവിടെ ശീല വേണ്ട, ആ ശീല മാറ്റിയിട്ടാണ്, ഈ കവിളിൽ നിന്ന് ശീല മാറ്റിയിട്ടാണ് നമ്മുടെ മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ദുനിയാവിന്റെ മൂല്യം മനസ്സിലാക്കേണ്ടത്. ഇബാദത്തിന്റെ വാല്യൂ എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലേ?
ഖബറിന്റെ അരികിലൂടെ അള്ളാന്റെ റസൂൽ നടന്നുപോയി. 2 ഖബറുകൾക്കരികിലൂടെ. ഇന്നഹുമാ യുഅദ്ദബാൻ. സ്വഹാബികളെ, പുല്ലു മൂടിക്കിടക്കുന്ന ഈ 2 ഖബറുകൾക്കിടയിലാണ് മുഹമ്മദ് നിൽക്കുന്നത്. ഗൗരവമേ ഗൗരവം. എത്ര വലിയ സീരിയസ്നെസ്സോടുകൂടെയാണ് നബി തങ്ങൾ അത് പറഞ്ഞത്. ഈ വലത് ഭാഗത്തും ഒരു ഖബറുണ്ട്, എന്റെ ഇടത് ഭാഗത്തും ഒരു ഖബറുണ്ട്. ഉക്കാസ് ഊന്നുപടി കുത്തിയിട്ടാണ് നബി തങ്ങൾ ആ മരുപ്പറമ്പിലൂടെ യാത്ര ചെയ്തു കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ അള്ളാഹു മറഞ്ഞ കാര്യങ്ങൾ അറിയാനുള്ള മുഅ്ജിസത്ത് കൊടുത്ത പരിശുദ്ധ റസൂൽ ആ 2 ഖബറുകൾക്കുള്ളിലും നടന്നുകൊണ്ടിരിക്കുന്ന ശിക്ഷയുടെ ശബ്ദം കേട്ടുപോയി. നബി തങ്ങൾ അവിടെ നിന്നു. ഇനി യാത്രയില്ല. മുഹമ്മദ് യാത്ര നിർത്തിവച്ചിരിക്കുകയാണ്. എന്തേ നബിയെ പ്രശ്നം? ഈ 2 ഖബറുകളിലും ഇപ്പൊ ശിക്ഷ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഇന്നഹുമാ യുഅദ്ദബാൻ. സ്വഹാബികളെ, ഈ 2 ഖബറിലും ഇപ്പൊ ലൈവായിട്ട് അദാബ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്വഹാബികൾ ആ ഖബർ ഇങ്ങനെ പരിശോധന നടത്തി. വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ മയ്യത്തുകൾ കിടക്കുന്ന ഖബറാണ്. അത് പുൽക്കാട് മൂടിക്കിടക്കുകയാണ്. അത് ജീർണിച്ചു കിടക്കുകയാണ്. അത് പുരാതന ഖബറാണ് എന്ന് അവിടുത്തെ പരിസരങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ തന്റെ ഊന്നുപടി കൊണ്ട് പുല്ലുകൾ നീക്കി. അപ്പൊ ഒരു ഖബറിന്റെ രൂപം അവിടെ കണ്ടു. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, ഈ ഖബറിൽ ഇപ്പൊ ശിക്ഷ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സഹാബികൾ ചോദിച്ചു പോയി, ഫീമ യാ റസൂലല്ലാഹ്, ഏത് വിഷയത്തിലാണ് നബിയെ? എന്താണ് ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ചെയ്ത തെറ്റെന്താണ്? അതൊന്ന് പറഞ്ഞു തരണം. ഞങ്ങൾക്ക് ഞങ്ങളെ തിരുത്താനാണ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂൽ പറഞ്ഞു കൊടുക്കാൻ, ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യന് നോമ്പിനും നിസ്കാരത്തിനൊന്നും കുറവില്ല. ഇനി ആള് വളരെ പെർഫെക്റ്റ് ആയിരുന്നു. ഈ വിഷയത്തിലൊക്കെ 100% പെർഫെക്റ്റ് ആയിരുന്നു. അദ്ദേഹം തിലാവത്തിൽ ഖുർആനുള്ള ആളായിരുന്നു. എല്ലാ കാര്യവും ശരിയാണ്. പക്ഷേ പരിശുദ്ധ സ്വഹാബികളെ, എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ്? സില്ലി മാറ്റർ. അക്കോർഡിംഗ് ടു അസ് സില്ലി മാറ്റർ. നമ്മളൊക്കെ ജീവിതത്തിൽ തീരെ പരിഗണിക്കാത്തൊരു കാര്യമാണ്. അദ്ദേഹം മൂത്രശങ്കയിൽ, മൂത്രത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത മനുഷ്യനായിരുന്നു. മൂത്രമൊഴിക്കാൻ പോകും, പരിപൂർണമായി മൂത്രം മുറ്റിത്തീരുന്നതിന്റെ മുമ്പ് തന്നെ അദ്ദേഹം ശൗച നിർവഹണം നടത്തി അവിടെ നിന്ന് തിരിച്ചു പോരുന്നതാണ്. തിരിച്ചു പോരുന്നതിന്റെ ഇടയിൽ 1-2 മൂത്രത്തുള്ളി അദ്ദേഹത്തിന്റെ വസ്ത്രത്തിലേക്കോ ശരീരത്തിലേക്കോ ഉറ്റുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം വുളു എടുക്കാൻ പോകുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പള്ളിയിൽ കയറുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം അല്ലാഹുവിന് വേണ്ടി നിസ്കാരത്തിന്റെ തക്ബീർ കെട്ടുമായിരുന്നു. എന്നിട്ട് സുജൂദിലേക്ക് പോകുമായിരുന്നു. നജസ് ചുമന്നിട്ട് നിസ്കരിച്ചു, നജസ് ചുമന്നിട്ട് വുളു എടുത്തു, നജസ് ചുമന്നിട്ട് പള്ളിയിൽ കയറി, നജസ് ചുമന്നിട്ട് സുജൂദ് ചെയ്തു. ഇത്ര ഗൗരവമുള്ള വിഷയമാണ്. ഇന്ന് നമ്മളെ കാലം എന്ന് പറഞ്ഞാൽ ഒക്കെ ഫാസ്റ്റാണ്. ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ റോട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഫാസ്റ്റ് ബസ്സിന്റെ ബോർഡാണ് നോക്കുന്നത്. ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റ് പാസഞ്ചറാണ് നോക്കുന്നത്. ഒരു ഭക്ഷണത്തിന് വേണ്ടി ഹോട്ടലിൽ പോയി ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റ് ഫുഡാണ് ഓർഡർ ചെയ്യുന്നത്. ഒരു നെറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റ് നെറ്റാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. എല്ലാം അങ്ങനെയാണ്. അങ്ങനെ 3Gയുടെയും 4Gയുടെയും 4G+ന്റെയും ഈ കാലഘട്ടത്തിൽ there is no time according to us. എന്നാൽ നമ്മൾ ചിന്തിക്കണം, ലൈഫ് is not earning money. ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് ഉണ്ടാക്കാൻ വേണ്ടി ഓടലല്ല. ഈ ഓട്ടത്തിന്റെ ഇടയിൽ മൂത്രയിക്കാൻ പോയപ്പോ ദീന് മറന്നു. ഈ ഓട്ടത്തിന്റെ ഇടയിൽ തക്ബീർ കെട്ടിയപ്പോ അല്ലാഹനെ മറന്നു. നമ്മൾ ചെയ്യണ്ട്, നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യണ്ട്. ചെയ്യണേനൊന്നും ഇന്നത്തെ കാലത്ത് ഒരു കുറവില്ലല്ലോ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അത് സ്വീകാര്യമാണോ എന്നതാണ് ഗൗരവമുള്ള വിഷയം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ചെയ്ത തെറ്റ് അദ്ദേഹം മൂത്രത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കാത്ത മനുഷ്യനായിരുന്നു. ഞാൻ വിശദീകരിക്കുകയല്ല. സഹാബികളിൽ ഇത് കേട്ട ആൾക്കാരിൽ കുറച്ച് ആൾക്കാർ കരയാൻ തുടങ്ങി. പഠിച്ചോനെ, ഇത്രയും ഗൗരവമുള്ള വിഷയമാണോ?
ഖബറിൽ പോയി കിടന്നാൽ അല്ലാഹു തആല ഒരു മയ്യത്തിനോട് പെരുമാറുന്ന രീതിയിൽ മലക്കുകളെ ശിക്ഷ കൊടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയത് ജീവിതത്തിൽ മൂത്രമൊഴിച്ചപ്പം ശൗച്യം ചെയ്തിട്ടുണ്ട്, ആള് കഴുകിയിട്ടുണ്ട്, അവിടെ ശ്രദ്ധ കുറച്ച് കുറഞ്ഞു പോയി. അതിന്റെ പേരിലാണ് ഇപ്പോഴും ആ ഖബറിലെ അദാബ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഫഅമ്മൽ ആഖറു യാ റസൂലല്ലാഹ്, നബിയെ അങ്ങ് പറഞ്ഞല്ലോ ഈ രണ്ട് ഖബറുകളിലും ശിക്ഷ നടക്കുന്നുണ്ട് എന്ന്. രണ്ടാമത്തെ ഖബറാളിയുടെ പ്രശ്നം എന്താണ്? അത് ഞങ്ങൾക്കറിയണം, നിർബന്ധമാണ്. ഞങ്ങളെ തിരുത്തണം, ഞങ്ങൾക്ക് ഖബറിൽ രക്ഷപ്പെടണം, ഞങ്ങളെ ദുനിയാവ് വിജയകരമാകണം, ഞങ്ങളെ ആഖിറം ഞങ്ങൾക്ക് വിജയകരമാകണം. അതുകൊണ്ട് നബിയെ അങ്ങ് പറയണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉക്കാസ് ഊന്നുവടി ഇടതുഭാഗത്തുള്ള ഖബറിലേക്ക് ചൂണ്ടിയിട്ട് പറയുകയാണ്, ഫഅമ്മൽ ആഖർ, രണ്ടാമത്തെ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്റെ പ്രശ്നം എന്തെന്നറിയുമോ? ഫകാന യംശീ ബിന്നമീമ, ഗീബത്ത് നമീമത്ത് പറഞ്ഞ് നടക്കുന്ന ആളായിരുന്നു. നിസ്കാരമൊക്കെ ഉണ്ടായിരുന്നു, എഴുത്തിക്കാഫ് ഉണ്ടായിരുന്നു, ഹജ്ജ് ഉംറ ഉണ്ടായിരുന്നു, എല്ലാ ഇബാദത്തും ചെയ്തതിന്റെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ടായിരുന്നു, ഒരു നെഗറ്റീവ് അപ്രോച്ച്. എന്ത്? ഖനയംശി ബിൻ നമീമ, ആരെ പറ്റിയും വേറുള്ളവരോട് ഇങ്ങനെ മൈനസ് ആയിട്ട് ഷെയർ ചെയ്യും, നെഗറ്റീവായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യും. അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്. അപ്പൊ നമ്മളൊക്കെ നല്ലോണം സൂക്ഷിക്കണം. കാരണം ഒരു വാട്സപ്പിൽ ഒരു ന്യൂസ് കിട്ടുമ്പോഴേക്ക് അത് റിയൽ ആണോ, അത് ഫേക്ക് ആണോ, അതൊന്നും നമ്മൾ അന്വേഷിക്കാറില്ല. നമ്മൾ കേട്ട പാതി കേൾക്കാത്ത പാതി നമുക്ക് കിട്ടിയ മുറക്ക് നമ്മളെ ഗ്രൂപ്പിലേക്ക് മുഴുവൻ ഷെയർ ചെയ്യാൻ. ഒരു മിനിറ്റ് കൊണ്ട് ഇഷ്ടം പോലെ ഗ്രൂപ്പുകൾ ഉണ്ടാകും. ആ ഗ്രൂപ്പിലൊക്കെ നൂറുകണക്കിന് മെമ്പേഴ്സ് ഉണ്ടാകും. ചുരുങ്ങിയത് ഇന്നത്തെ ശരാശരി എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് മൊത്തം ഗ്രൂപ്പുകൾ സെലക്ട് ചെയ്താൽ ചുരുങ്ങിയത് 1000 ആളുകളിലേക്ക് ഒരു മിനിറ്റ് കൊണ്ട് തന്റെ മെസ്സേജിനെ ഫോർവേഡ് ചെയ്യാൻ ഇന്നത്തെ വാട്സപ്പ് ഫെസിലിറ്റിയുള്ള യുവാവിന് സാധിക്കുന്നതാണ്. അപ്പൊ ഞാൻ പറയട്ടെ, നമ്മളൊരു വ്യക്തിയെ പറ്റി കേട്ട വാർത്ത കേൾക്കാത്ത വാർത്ത നമ്മുടെ ഫോണിന്റെ ഇൻബോക്സിൽ വന്ന് കിടക്കുന്നുണ്ട് എന്ന ഒരൊറ്റ ന്യായത്തിന്റെ പേരിൽ നമ്മൾ ഈ ഗ്രൂപ്പുകളിലേക്ക് മുഴുവൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് ചുരുങ്ങിയത് 1000 ഗീബത്ത് നമീമത്ത് പറഞ്ഞ കുറ്റം വമാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് എഴുതി വെക്കാൻ. ആൾ ആർ റെക്കോർഡിംഗ്. നമ്മൾ ചിന്തിക്കണം, ഒക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ ഇത് രജത രേഖയാണ്. അതിനെന്ത് സമാധാനം മനുഷ്യൻ പറയാ? അതിനാരോടാ നമ്മൾ മറുപടി പറയാ? അതുകൊണ്ട് തന്നെ വകമ്മിൻ ഫതയുംസി വയുസ്ബിഹു ആമിനാ വഖദ് നൂസിജത് അക്ഫാനുഹു ഫഹുവ ലാ യദ്രി. എത്ര ആളുകളാണ് നേരം വെളുക്കുന്നു വൈകുന്നേരമാകുന്നു, അവരൊന്നും അറിയുന്നില്ല. ഒരു പോക്ക് പോകണം, ഒരു യാത്ര പോകണം, ആ യാത്രക്ക് വേണ്ടിയുള്ള പൊതിച്ചോറ് നമ്മുടെ കയ്യിലുണ്ടോ എന്നവരാരും ചിന്തിക്കുന്നില്ല. ഈ തിരക്ക് പിടിച്ച ലോകത്തിന്റെ മുമ്പിൽ നോക്കി നിങ്ങൾ. അവസാനത്തെ 10 അവസാനത്തെ 10 പറ്റി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ, ഇദാ ദഖലൽ അശ്ർ, ആ ഒടുക്കത്തെ 10 ഞങ്ങളുടെ പരിസരത്തേക്ക് കടന്നു വന്നാൽ ഐഖല അഹ്ലഹു, മറ്റു 10കളിൽ അല്ലാഹുവിന്റെ റസൂൽ തന്റെ കുടുംബത്തെ എത്ര നേരത്തെ വിളിച്ചുണർത്തിയിരുന്നോ അതിനേക്കാൾ നേരത്തെ വിളിച്ചുണർത്തുകയാണ്. വശദ്ദ മിഅ്സറഹു, അവിടുത്തെ അരയുടുപ്പിനെ മുറുക്കി കെട്ടുകയാണ്. ഇനി ഇബാദത്താണ് ഇബാദത്ത്, ഇനി ആരാധനയാണ് ആരാധന, ഇനി എഴുത്തിക്കാഫാണ് എഴുത്തിക്കാഫ്. ഈ ആളുകൾക്കാണ് സ്വർഗമുള്ളത്. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനോ, രസമുള്ളതാ കദളിപ്പഴം തിന്നാനോ. ഇങ്ങനെ അമല് ചെയ്യുന്ന സ്വഹാബികളെ, നിങ്ങൾക്ക് ഇവിടെ സ്വർഗമുണ്ട്. ഒരു ദിവസം സ്വർഗത്തെ പറ്റി പരിശുദ്ധ റസൂല് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ നേരത്താണ് ഒരു സഹാബി കയറി വന്നിട്ട് ചോദിച്ചു പോയത്, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങയുടെ ഇന്നത്തെ പ്രഭാഷണത്തിൽ മുഴുവൻ വിഷയവും സ്വർഗമാണ്. എനിക്കൊരു സംശയമുണ്ട് നബിയെ, ഞാനെങ്ങാനും സ്വർഗത്തിൽ കിടക്കുകയാണെങ്കിൽ എനിക്ക് ദുനിയാവിൽ കുതിരയെ ഏറ്റവും ഇഷ്ടമാണ്. ഞാൻ വാഹനമായി ഉപയോഗിക്കുന്നതും കുതിരയെ ആണ്. അതുകൊണ്ട് സ്വർഗത്തിൽ കുതിരയെ കിട്ടുമോ നബിയെ? എനിക്ക് സ്വർഗത്തിൽ കുതിരയെ കിട്ടുമോ നബിയെ എന്ന് പരിശുദ്ധ നബിയോട് സ്വഹാബി വന്നിട്ട് തന്റെ ഇംഗിതം വെളിപ്പെടുത്തുമ്പോൾ അഷ്റഫുൽ ഖൽഖ് തിരുമേനി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം അവിടുന്ന് പറയുകയാണ്,
ലക ബിഹാ ഫറസുൻ ലഹു ജനാഹാനി, രണ്ട് ചിറകുള്ള കുതിരയാണ് നിനക്കവിടെ നൽകപ്പെടുക. ഉതീത ബിക, ആ കുതിരയെ നിന്റെ അടുക്കലേക്ക് കൊണ്ടുവരപ്പെടുന്നതാണ്. വഹുമിൽത അലൈഹ, ആ കുതിരയുടെ മുകളിൽ നിന്നെ കയറ്റി വെക്കുന്നതാണ്. വയതീറു മിൻ ഹുനാ ഇലാ ഹുനാ, ഇവിടെ നിന്ന് അവിടെ വരെ ആ കുതിര, രണ്ട് ചിറകുള്ള സ്വർഗത്തിലെ കുതിര നിന്നെ കൊണ്ട് നീ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം പറക്കുന്നതാണ് സഹോദര. അതുകൊണ്ട് ദുനിയാവിൽ ഒരു മനുഷ്യൻ താല്പര്യപ്പെട്ടതിനെ അവൻ സ്വർഗത്തിൽ അല്ലാഹു അവനെ ഒരുക്കി കൊടുക്കുന്നതാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ട മറ്റൊരു സഹാബി ചോദിച്ചു പോയി, എനിക്കൊരു കുഞ്ഞ് വേണം സ്വർഗത്തിൽ, എനിക്ക് സ്വർഗത്തിൽ ഒരു കുഞ്ഞ് ജനിക്കണം എന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. അല്ലാഹു തആലയുടെ നബി തങ്ങൾ അദ്ദേഹത്തിന് മറുപടി കൊടുത്തുപോയി, ആ സഹാബിക്ക് മറുപടി കൊടുത്തുപോയി, നീ ഒരു കുഞ്ഞ് വേണം എന്ന് താല്പര്യപ്പെട്ടു കഴിഞ്ഞാൽ നിന്റെ ഭാര്യ ഉടനെ തന്നെ ഗർഭിണിയാവുകയാണ്. ഹമലത് വവളഅത് ഫീ സഅത്തിൻ വാഹിദ, ഒറ്റ നിമിഷം കൊണ്ടവൾ ഗർഭിണിയായി. ആ നിമിഷത്തിൽ തന്നെ ഡെലിവറിയും സംഭവിച്ചു പോയി. നീ ഇപ്പോൾ ഒരു കുഞ്ഞിന്റെ പിതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നീ ഇപ്പോൾ ഒരു കുഞ്ഞിന്റെ പിതാവാണ് സഹോദരാ. മറ്റൊരു സഹാബി വന്നിട്ട് ചോദിച്ചു പോയി, സ്വർഗത്തിലുള്ള വസ്ത്രം എങ്ങനെയാണ് നബിയേ? അം തുൻസജ് അം തുഖ്ലഖ്, അത് ഏതെങ്കിലും മനുഷ്യരെ കൊണ്ട് നിർമ്മിക്കപ്പെടുന്ന റെഡിമെയ്ഡ് ആണോ? അം തുൻസജ്, അല്ല ഊടുംപാവും നെയ്തെടുക്കപ്പെടുന്ന ഒരു നെയ്ത്ത് വസ്ത്രമാണോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ഫഹുവ മിൻ ഇസ്തബ്റഖ്, അത് പച്ചപ്പട്ട് കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. സ്വർഗത്തിൽ അല്ലാഹു വിളവെടുപ്പ് നടത്തുന്ന ഒരു പട്ടുണ്ട്, ആ പട്ടിനാൽ നിർമ്മിക്കപ്പെടുന്ന വസ്ത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്നത്. ഒരുപാട് സ്വർഗങ്ങളുണ്ട്. ജന്നത്ത് അദിൻ ഒരു സ്വർഗമാണ്, ദാറുസ്സലാം ഒരു സ്വർഗമാണ്, ജന്നത്തുൽ നഈം ഒരു സ്വർഗമാണ്, ജന്നത്തുൽ മഅവ മറ്റൊരു സ്വർഗമാണ്, ജന്നത്തുൽ ഫിർദൗസ് മറ്റൊരു സ്വർഗമാണ്. അങ്ങനെ 7 സ്വർഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ സ്വർഗത്തിന്റെ പേരാണ് ജന്നത്തുൽ ഫിർദൗസ്. ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമാണ് സ്വർഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഔന്നത്യമുള്ള സ്വർഗം. ആ ഫിർദൗസിലാണ് അല്ലാഹുവിന്റെ റസൂല് താമസിക്കുന്ന സ്വർഗം, ജന്നത്തുൽ ഫിർദൗസാൻ. അതിന് ആയിരക്കണക്കിന് തട്ടുകളുണ്ട്. അതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വർഗത്തിന്റെ തന്നെ ഒന്നാമത്തെ നിലയിൽ നിന്ന് രണ്ടാമത്തെ നിലയിലേക്ക് എത്തണമെങ്കിൽ 100 വർഷത്തെ യാത്ര ചെയ്യണം എന്ന് നബി തങ്ങൾ സഹാബത്തിന് പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ ആയിരക്കണക്കിന് നില ഒരു സ്വർഗത്തിനുണ്ട്. അങ്ങനെ ഒരു സ്വർഗത്തിൽ നിന്ന് അടുത്ത സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ താണ്ടണമത്രേ. ആ സ്വർഗം ഈ ദുനിയാവിലെ കണ്ണുകൊണ്ട് നമ്മൾ ഇതുവരെ അങ്ങനെ ഒന്ന് കണ്ടിട്ടില്ല. ഈ ദുനിയാവിലെ ചെവി കൊണ്ട് ഇതുവരെ നമ്മൾ അങ്ങനെ ഒന്ന് കേട്ടിട്ടില്ല. അള്ളാഹു നമുക്ക് ദുനിയാവിൽ നൽകിയ ചെവിയുടെ ഹിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് സയന്റിസ്റ്റുകൾ പറയാൻ മാക്സിമം 20,000 ഹെഡ്സ് ആണ്. 20,000 ഹെഡ്സ് ശബ്ദം ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ അതുവരെ നമുക്ക് കേൾക്കാൻ സാധിക്കും. 20,000 ഹെഡ്സിനേക്കാൾ കൂടുതൽ ഇവിടെ ശബ്ദോൽപാദനം നടത്തപ്പെട്ടാൽ അതൊരിക്കലും ദുനിയാവിൽ അള്ളാഹു നമുക്ക് നൽകിയ ചെവി കൊണ്ട്, മനുഷ്യന് നൽകിയ ചെവി കൊണ്ട് കേൾക്കാൻ സാധിക്കൂല. നായക്ക് അതിനേക്കാൾ ശക്തി ദുനിയാവിൽ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. പൂച്ചക്ക് അതിനേക്കാൾ ശക്തി ദുനിയാവിൽ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. പശുക്കൾക്ക് അതിനേക്കാൾ ശക്തി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞ മയ്യത്ത് ചീത്ത മയ്യത്താണെങ്കിൽ തന്നെ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ, എന്നെ കൊണ്ടുപോകല്ലേ, എൻ്റെ ഖബറിൽ തീയാണ്, അഗ്നിയാണ്, നരകമാണ്, ഞാനതിപ്പം തന്നെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് തൊണ്ട പൊട്ടുമാറി ചീറുമത്രേ, നിലവിളിക്കുമത്രേ. പക്ഷേ ആ നിലവിളി 20,000 ഹെഡ്സിനേക്കാൾ കൂടുതലാണ്. കാരണം ആ ആൾ ബർസഖിയായ ലോകത്താണ്, ആ ആൾ ദുനിയാവിലല്ല. ബർസഖിയായ ലോകത്തേക്ക് പ്രവേശിച്ച മയ്യത്തിന് അതിനേക്കാൾ വലിയ ശബ്ദം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ആരും ഇത് കേൾക്കുന്നില്ല. കാരണം മനുഷ്യൻ അല്ലാഹു കൊടുത്ത കപ്പാസിറ്റിയേക്കാൾ മുകളിലാണ് ആ മയ്യത്തിന്റെ നിലവിളി. ആ മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ ചില കെട്ടിയിട്ട മൃഗങ്ങളൊക്കെ കയറ് പൊട്ടിച്ച് ഓടാൻ ശ്രമിക്കാറുണ്ട്. നമ്മളത് കാണുന്നതാണ്. അതെന്താ കാരണം? ആ നിലവിളി ചിലപ്പോൾ ആ മൃഗങ്ങൾ കേട്ടേക്കാം എന്ന് പോലും ശാസ്ത്രലോകം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്, ദുനിയാവ് ഒരു മായാലോകമാണ്. അദ്ദുനിയ ഹുൽബത്തുൻ ഖദിറ.
ഇതിനെ നമ്പി ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. എന്താ ഇവിടെ നമ്പിയാ കിട്ടുക? ഇവിടെ കുറച്ച് പണിയെടുത്താൽ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ കഴിയും. എന്തേ? ഖബർമേ അലമാരി നഹി. ഈ കോടികൾ നമ്മൾ സമ്പാദിച്ചിട്ട് നമ്മൾ അവസാനം ഉറങ്ങാൻ പോകുന്ന ഖബറിൽ ഷോക്കേസ് ഇല്ല, അലമാരി ഇല്ല. കഫൻ മേ ജേബ് നഹി. നമ്മുടെ കഫൻ പുടക്ക് കീശയില്ല. ഒരു കുപ്പായാണെങ്കിൽ അതിന് ഇത്ര പോക്കറ്റ് ഉണ്ടാകും, പാന്റ് ആണെങ്കിൽ അതിന് ഇത്ര പോക്കറ്റ് ഉണ്ടാകും. ആണായാലും പെണ്ണായാലും അവർക്ക് ധരിപ്പിക്കപ്പെടുന്ന കഫൻ പുടക്ക് ഒരു ശീലക്ക് പോലും പോക്കറ്റില്ല. കഫൻ മേ ജേബ് നഹി. കഫൻ പുടക്ക് കീശയില്ല. ഖബർ മേ അലമാരി നഹി. ഖബറിലാണെങ്കിൽ അലമാരിയില്ല. പിന്നെ മൗത്ത് കെ ഫിരിസ്തേ, മരണത്തിന്റെ മാലാക. ഇവിടെ നിന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും സംതിങ് കൊടുത്താൽ മതി. ഇവിടുത്തെ SIന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും കുറച്ച് പരിചയം ഉണ്ടായാൽ മതി. ഇവിടുത്തെ DYSPനോട് നമുക്ക് കുറച്ച് പൊളിറ്റിക്സിന്റെ ഇൻഫ്ലുവൻസ് ചൊലുത്തി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലുമൊക്കെ കൺസെഷൻസ് കിട്ടാൻ there is scope. പക്ഷേ അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം റിഷ്വേ ലേത്തേ നഹി. കോഴ വാങ്ങലുമില്ല. പിടിക്കാൻ പറ്റുന്ന സ്പോട്ടിൽ അസ്രായിൽ പിടിച്ചു കൊണ്ടുപോവാൻ ഒരു ദുനിയാവിലെ മനുഷ്യനെ. എന്നിട്ട് നമ്മളിങ്ങനെ ജീവിക്കാൻ 900 വർഷക്കാലം നമ്മുടെ മുമ്പിലൂടെ ജീവിച്ചൊരു സമൂഹം പോലും മരണത്തെ പേടിച്ചു. 300 വയസ്സിൽ മരിച്ചുപോയ ആൾക്കാർ മരിച്ചപ്പോ അവർ പേടിച്ചു. നമുക്ക് പേടിയില്ല. നമ്മള് അവിടുത്തെ ശിശുവല്ല, അവിടുത്തെ ചെറിയ പൈതലിന്റെ പ്രായത്തിലാണ് വയസ്സനായി മരിച്ചു പോകുന്നത് ദുനിയാവില്. നമ്മളെ പരിഗണിക്കാനും പരിഹരിക്കാനും 60-70 കൊല്ലം മാത്രം ആയുസ്സുള്ള ആൾക്കാർക്ക് 900 വർഷക്കാലം ജീവിച്ച ബനൂ ഇസ്രായേലുകാരെ ഒപ്പം ഇബാദത്തിൽ എത്താനാണ് ഈ ഉമ്മത്തിന് മാത്രം അല്ലാഹു ലൈലത്തുൽ ഖദ്ർ കൊടുത്തത്. ഒരു ലൈലത്തുൽ ഖദ്ർ, ഒരു വർഷത്തെ ലൈലത്തുൽ ഖദ്ർ നമുക്ക് കിട്ടിയാൽ 80 വർഷം നമുക്ക് കിട്ടിയെന്ന. 80 വർഷം. മക്കയിലെ ഇമാം സുദൈസ് ഈ വർഷത്തെ അദ്ദേഹത്തിന്റെ 1ാമത്തെ വെള്ളിയാഴ്ചയിലെ ഖുത്ബ പ്രഭാഷണത്തിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ ഇമാം സുദൈസ് അവർകൾ മക്കയിലെ ജനങ്ങളോട്, ഹറമിലെ ജനങ്ങളോട് പറഞ്ഞുപോയി, നിങ്ങൾ ഈ വർഷത്തെ റമദാനിന്റെ അവസാനത്തെ 10-ലെ ഓരോ ഒറ്റയിട്ട രാവിലും 2 റക്അത്ത് എക്സ്ട്രാ നിസ്കരിക്കണം. ഓരോ ഒറ്റയിട്ട രാവിലും നിങ്ങളൊരു പാവപ്പെട്ട ആളെ കണ്ടെത്തി എന്തെങ്കിലും ഒന്ന് ദാനം ചെയ്യണം. റമദാനിന്റെ അവസാനത്തെ 10-ലെ ഓരോ ഒറ്റയിട്ട രാവിലും നിങ്ങൾ 3 സൂറത്തുൽ ഇഖ്ലാസ് 3 എണ്ണമെങ്കിലും ഓതണം. ജനങ്ങൾ ആശങ്കയോടുകൂടെ നോക്കുമ്പോ സുദൈസ് വിശദീകരിക്കുകയാണ്, നിങ്ങൾ ഈ റമദാൻ ഷരീഫിന്റെ അവസാനത്തെ 10-ലെ ഒറ്റയിട്ട രാവിൽ 2 റക്അത്ത് എക്സ്ട്രാ നിസ്കരിച്ചു കഴിഞ്ഞാൽ 80 കൊല്ലം 2 റക്അത്ത് നിസ്കരിച്ചതിന്റെ കൂലി നിങ്ങൾക്ക് അല്ലാഹു നൽകും. കാരണം നിങ്ങൾ ആ നിസ്കരിച്ച ഏതോ ഒരു ഒറ്റയിട്ട രാവ് ലൈലത്തുൽ ഖദ്റാണ്, ഉറപ്പാണ്. ഓരോ ഒറ്റയിട്ട രാവിലും നിങ്ങൾ 3 ഖുൽ ഹുവല്ലാഹു ഓതണം. 3 ഖുൽ ഹുവല്ലാഹു ഓതിയാൽ അത് ഖുർആൻ ഒരു പ്രാവശ്യം ഖത്മാക്കിയതിന് തുല്യമാണ്. 80 വർഷം നിങ്ങൾ ഖുർആൻ ഖത്മാക്കിയതിന്റെ പുണ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഓരോ ഒറ്റയിട്ട രാവിലും ഒരു പാവപ്പെട്ടവന്റെ കയ്യിൽ ദാനം കൊടുക്കണം. 80 വർഷം നിങ്ങൾ ദാനത്തിലായി മാത്രം ജീവിച്ചതിന്റെ പുണ്യം നിങ്ങൾക്ക് അതുകൊണ്ട് ലഭിക്കുന്നതാണ്. നമ്മുടെ ലൈലത്തുൽ ഖദ്ർ കഴിഞ്ഞോ വരാൻ പോകുന്നുണ്ടോ അള്ളാന്റെ കയ്യിലാണ് കാര്യം കിടക്കുന്നത്. ഒന്നും പറയാൻ വയ്യ. ബഹുമാനപ്പെട്ട ശൈഖ് ഇമാം ഹദ്ദാദ് തങ്ങൾ പറഞ്ഞത്, ലൈലത്തുൽ ഖദ്റിനെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഒറ്റയിട്ട രാവും വെള്ളിയാഴ്ച രാവും ഒന്നിച്ചു വന്നാൽ അത് ലൈലത്തുൽ ഖദ്റാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഹദ്ദാദ് തങ്ങൾ പറഞ്ഞത്. ഒറ്റയിട്ട രാവ്, അവസാനത്തെ 10-ലെ ഒറ്റയിട്ട രാവ് പ്ലസ് വെള്ളിയാഴ്ച രാവ്, അത് രണ്ടും അറ്റ് എ ടൈം ഒന്നിച്ചു വരികയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് ലൈലത്തുൽ ഖദ്ർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈലത്തുൽ ഖദ്ർ ഈ വർഷത്തത് കഴിഞ്ഞ 21-ാം രാവിന് കഴിഞ്ഞു പോയിട്ടുണ്ട്. വേറെ ചില പണ്ഡിതന്മാര് പറഞ്ഞു, കഴിഞ്ഞ വർഷം 21-ാം രാവാണെങ്കിൽ ഈ വർഷം 23-ാം രാവാണ്, അടുത്ത വർഷം 25-ാം രാവാണ്, തൊട്ടപ്പുറത്തെ വർഷം 27-ാം രാവാണ്, അതിന്റെ അപ്പുറത്തെ വർഷം 29-ാം രാവാണ്. അങ്ങനെയാണെങ്കിൽ ഏതും പ്രതീക്ഷിക്കണം. പിന്നെ ഉലമാക്കൾ ശരിക്ക് കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്, ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെ നിങ്ങൾക്ക് ചില എൻവിറോൺമെന്റൽ കണ്ടീഷൻസിലൂടെ ബോധ്യപ്പെടുന്നതാണ്. പരിസ്ഥിതിയിൽ തന്നെ ചില വ്യതിയാനങ്ങളൊക്കെ അന്ന് കാണും. എന്താണത്? അന്നത്തെ മഗ്രിബിന്റെ ശേഷത്തെ സമയം കാലാവസ്ഥ നിങ്ങൾ പഠനം നടത്തിയാൽ നിങ്ങൾക്കന്ന് കൂടുതൽ ചൂടും അനുഭവപ്പെടൂല, കൂടുതൽ തണുപ്പും നിങ്ങൾക്ക് അനുഭവപ്പെടൂല. അന്ന് മഗ്രിബിന്റെ ശേഷം നിങ്ങൾ വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലൊക്കെ ഒരു ശാന്തത നിങ്ങൾക്ക് കാണുന്നതാണ്. കൂടുതലായി മരങ്ങളിൽ കൊമ്പുകൾ ചലിക്കുന്നതായി കാണൂല, കൂടുതലായി ഇലകൾ ചലിക്കുന്നതായി നിങ്ങൾ കാണൂല. അന്നത്തെ ജീവികളുടെ പെരുമാറ്റങ്ങളിൽ കോഴി
കോഴിയാകട്ടെ, പൂച്ചയാകട്ടെ, ആടാവട്ടെ, ആ ജീവികളുടെ പെരുമാറ്റത്തിൽ പോലും ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ ഒരു സ്വഭാവത്തിന്റെ വ്യതിയാനം കാണുന്നതാണ്. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കായിട്ടാണ്. പിന്നെ മൃഗങ്ങളെയും ജീവികളെയും പക്ഷികളെയും പറവകളെയും ഒക്കെ കൂടുതൽ പഠിക്കാൻ നമ്മൾ അവകളുടെ ജീവിതത്തിന്റെ തത്വശാസ്ത്രങ്ങളെ പറ്റി അനലൈസ് ചെയ്തിട്ടില്ല. ഇതൊക്കെ പഠിച്ച ആലിമ്യങ്ങൾ പറഞ്ഞു, ലൈലത്തുൽ ഖദ്റിന്റെ ലക്ഷണം പ്രകൃതിയിലെ ഓരോ ആറ്റോമിക് കണികയിലും കാണുന്നതാണ്. സൂര്യന്റെ സഞ്ചാരത്തിൽ, സൂര്യന്റെ പ്രകാശത്തിൽ, സൂര്യന്റെ ചൂടിൽ ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് മാറ്റം ഉണ്ടാവുന്നതാണ്. നക്ഷത്രങ്ങളുടെ ഭിന്നാറ്റങ്ങളിൽ മാറ്റമുണ്ടാകുന്നതാണ്. പ്രകൃതി മുഴുവൻ ആ രാവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ, കോടാന 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 കോടി മലക്കുകൾ ഒരു സംഘമായി ദുനിയാവിലേക്ക് ഇറങ്ങി വരികയാണ്. വറൂഹു ഫീഹാ, ഹു ഈസ് ലീഡർ, ആരാണ് അവരുടെ നേതാവ്? അതാണ് ത്വാഊസുൽ അംലാക്ക്, മുഖറബുൽ അംലാക്ക്, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ബിഇദ്നി റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ പ്രത്യേകമായ സ്പെഷ്യൽ പെർമിഷനോട് കൂടെ മിൻ കുല്ലി അംറിൻ സലാം, സലാം അത് രക്ഷയുടെ രാവാണ്. സുബഹിന്റെ ബാങ്ക് കൊടുക്കുന്നത് വരെ ആ രാവ് നിങ്ങൾക്ക് നന്മയായി ലഭിക്കുന്നതാണ്. അതിന്റെ ഇടയിൽ നിങ്ങൾ എപ്പോൾ ചെയ്താലും നിങ്ങൾക്ക് പുണ്യം കിട്ടുന്നതാണ്. അങ്ങനെ ഒരു രാവ്, 80 വർഷത്തെ പ്രതിഫലം നൽകുന്ന ഒരു രാവ് നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ ചലിക്കുമ്പോൾ നമ്മൾ അതിനെ ഏത് രീതിയിൽ എത്ര ഇമ്പോർട്ടൻസോട് കൂടെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് ഗൗരവമായ കാര്യമാണ്. അള്ളാഹു അതിനെ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇൻഷാ അള്ളാഹ് നമുക്ക് ദുആ ചെയ്യണം. നമുക്ക് ദുആ ആണ് കർമ്മകാണ്ഡം. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ദുആ ചെയ്തു. മജ്‌ലിസുൻ നൂറിന്റെ ശേഷമുള്ള വളരെ പ്രധാനപ്പെട്ട ദുആ തങ്ങളവർകൾ നിർവഹിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അള്ളാഹു ആ ദുആഇനെ നമ്മളിൽ നിന്ന് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഇരിക്കുന്ന നമുക്കൊക്കെ നേടേണ്ടത് നേടിയിട്ട് തന്നെ ഇന്നത്തെ സദസ്സിൽ നിന്ന് തിരിച്ചു പോകണം. അള്ളാഹു നമ്മുടെ ദുആഇന് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മജ്‌ലിസുൻ നൂർ പിരിഞ്ഞ് ഇന്നത്തെ സദസ്സ് ചടങ്ങ് ഇവിടെ അവസാനിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പടിയിറങ്ങി പിരിഞ്ഞു പോകുമ്പോൾ ഓരോരുത്തർക്കും ഇഫ്താറിനുള്ള ഭക്ഷണം വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. അതിനുവേണ്ടി സഹായിച്ച നാട്ടിലെയും പ്രവാസ ലോകത്തിലെയും സുമനസ്സുകളായ വ്യക്തിത്വങ്ങളുണ്ട്. അള്ളാഹു അവരുടെ സേവനങ്ങളെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അതിനെ സ്വീകരിക്കുമാറാകട്ടെ. അവർക്ക് സ്വർഗീയ ഭക്ഷണം അള്ളാഹു അവരുടെ ചുണ്ടിലേക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, നാവിലേക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ചെറിയൊരു ബോക്സ് വിതരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് സംഭാവനയുടെ പെട്ടിയാണ്. അസ്ഹാബുൽ ബദരീങ്ങളുടെ പേരിൽ ഇനി നമ്മുടെ വീട്ടിൽ ആ പെട്ടി ജ്വലിക്കണം. അത് നമ്മുടെ വീട്ടിൽ ഒരു മുദ്രയായി മാറണം. നിങ്ങൾക്ക് എന്ത് വിഷമം വന്നാലും അസ്ഹാബുൽ ബദരീങ്ങളെ നിയ്യത്താക്കിയിട്ട് ആ പെട്ടിയിലേക്ക് ഒരു സംഖ്യ നിങ്ങൾ നിക്ഷേപിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദ്വാരക്കാൻ പറഞ്ഞാലും ദ്വാരക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിലും ഓരോ മാസവും നടക്കുന്ന നമ്മുടെ മജ്‌ലിസുൻ നൂറിൽ നിങ്ങൾ ദുആഇൽ ഓട്ടോമാറ്റിക്കലി ഇൻക്ലൂഡ് ആകുന്നതാണ്, ഉൾപ്പെടുന്നതാണ്. അതിന് യാതൊരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. അസ്ഹാബുൽ ബദരീങ്ങൾ ആ ദുആഇൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് എന്ത് വിഷമം, അത് ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, പിന്നെ എന്താ പറയുക, സാമ്പത്തികമാകട്ടെ, നമ്മുടെ കുട്ടികൾക്കുള്ള പഠനത്തിനുള്ള വൈകല്യങ്ങളാകട്ടെ, രോഗങ്ങളാകട്ടെ, വിഷമങ്ങളാകട്ടെ, എന്ത് പ്രോബ്ലംസ് നിങ്ങൾക്ക് വന്നാലും ശരി, ആ അസ്ഹാബുൽ ബദരീങ്ങളുടെ പെട്ടിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം കൂടി സൂചിപ്പിക്കണം. ഈ ഒരു കാര്യം അഥവാ നിങ്ങളുടെ സംഭാവന അതിലേക്ക് നിക്ഷേപിക്കണം എന്ന് കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ യതീം കുട്ടികൾക്കുള്ള ഭവനം നിർമ്മിക്കണം എന്ന് നമ്മുടെ ഭാരവാഹികൾ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിലേക്കുള്ള ഫണ്ടുകൾ നമുക്ക് വരേണ്ടതുണ്ട്. കാരണം അത് വലിയൊരു പ്രൊജക്റ്റാണ്. അനാഥരായിരിക്കുന്ന കുട്ടികൾക്ക് വീടുണ്ടാക്കി കൊടുക്കുക. അവർക്ക് പിന്നെ നാഥനില്ല. അവർക്ക് വേണ്ടപ്പെട്ട ആള് ലോകത്തോട് വിട പറഞ്ഞു പോയി. ആ കുഞ്ഞുമക്കളെ പിന്നെ ആരാണ് ഏറ്റെടുക്കുക? ഒരു സഹാബി വന്നിട്ട്, എനിക്ക് ഹൃദയത്തിന് കാഠിന്യമുണ്ട് നബിയേ, ഞാൻ പരുഷ ഹൃദയനാണ്, എന്റെ ഹൃദയത്തിന്റെ പരുഷത ഒന്ന് നീങ്ങാൻ അങ്ങ് ദുആ ചെയ്യണം പരിശുദ്ധ നബിയേ. പരിശുദ്ധ റസൂല് മറുപടി പറഞ്ഞു പോയി, ഇംസഹ റഅസൽ യതീം വളുമ്മഹു ഇലൈക.
നീ യതീമിന്റെ തലയിൽ കൈ വെക്കണം സഹോദര, അവനെ നിന്റെ മാറോട് ചേർക്കണം സഹോദര എന്ന് മറുപടി പറഞ്ഞു പോയി. യതീമിന്റെ തലയിൽ കൈ വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും വലിയ കാർക്കശ്യം പോകാൻ ഹേതുകമാണ്, നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ്. യതീമിന്റെ തലയിൽ കൈ വെച്ചാൽ തന്നെ ഇത്രയും വലിയ പ്രതിഫലം ദീന് നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അനാഥന് വേണ്ടി ഒരു വീടെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അനാഥനും അനാഥന്റെ കുടുംബത്തിനും വെയിൽ കൊള്ളാതെ മഴ കൊള്ളാതെ കൊള്ളക്കാരുടെ ശല്യമില്ലാതെ രാപ്പാർക്കാൻ ഒരു ഭവനം നമ്മൾ സ്വരുക്കൂട്ടി കൊടുത്താൽ അതിന്റെ പുണ്യം അനിർവചനീയമാണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതൊക്കെ ഈ സദസ്സിൽ വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ നിയമത്താണ്. നാളെ ഇങ്ങനെ ഒരു സദസ്സ് നമ്മുടെ ജീവിതത്തിൽ കിട്ടണം എന്നില്ല, ഇത് ഒടുക്കത്തെ പത്താണ്. അള്ളാഹുവിന്റെ റസൂൽ ദാന നിർവഹണത്തിന്റെ വിഷയത്തിൽ അടിച്ചു വീശുന്ന കൊടുങ്കാറ്റിനേക്കാൾ വേഗതയുള്ള ദാനമായിരുന്നു പരിശുദ്ധ മുസ്തഫാന്റെ ദാനം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ദാനം നമ്മൾ ഓർമ്മയിൽ വെക്കുക. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട തങ്ങന്മാർ ഉസ്താദന്മാരൊക്കെ ഉള്ള ഈ സദസ്സിൽ നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു ഉപകാരമാവും. എൻ്റെ വക ഇത്ര എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് നമ്മുടെ ദുആയിൽ ഉൾപ്പെടുത്താൻ പറ്റുമല്ലോ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു ആദ്യ ഗഡു നമുക്കിവിടെ നൽകപ്പെടേണ്ടതുണ്ട്. ആദ്യ ഗഡു, അതിലേക്കുള്ള ആദ്യമായിരിക്കുന്ന ഒരു ഫണ്ട് ഇവിടെ വേദിയിൽ വെച്ച് സ്വീകരിക്കപ്പെടേണ്ടതുണ്ട്. അള്ളാഹു നൽകുന്നവർക്കും അതുപോലെ തന്നെ അതിനുവേണ്ടി പ്രയത്നിക്കുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ രണ്ടു ലോകത്തും ഐശ്വര്യവും അർഹമായ പ്രതിഫലവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവർ, അസ്സലാമു അലൈക്കും. നമ്മുടെ മുരിക്കുംപറ്റ മഹല്ല് കമ്മിറ്റിയുടെ കീഴിൽ നമ്മൾ ഇവിടെ അൽ ഇഹ്സാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊരു രൂപം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ഈ മജ്‌ലിസുനൂറും എല്ലാം ഒന്ന് തന്നെയാണ്. കാരണം നമ്മൾ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട കുട്ടികളുടെ വിവാഹത്തിനും രോഗികളെ സഹായിക്കുക എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന ഫണ്ട് നമ്മൾ ചെലവഴിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെ ഒരു ഇതേപോലെ അനാഥരായ കുട്ടികൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി നമ്മളൊരു മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പല ആളുകളും സഹായം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കമ്മിറ്റിയുടെ തീരുമാനം നമുക്ക് മജ്‌ലിസുനൂറിന് വന്ന ആളുകളോടൊന്ന് പറയാം, ആ വിവരം ഒന്ന് പറയാം. അതിന് സഹായിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അത് അടുത്ത മാസത്തെ മജ്‌ലിസുനൂർ വരുമ്പോഴോ അല്ലെങ്കിൽ അതിന് പിറ്റത്തെ മാസത്തെ വരുമ്പോഴോ എത്തിച്ച് തന്നാൽ മതി. ഒരു സ്ക്വയർ ഫീറ്റിന് 1500 രൂപയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും നേർച്ചയാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ തവണ വാഗ്ദാനം പറഞ്ഞു പോവുക, അല്ലെങ്കിൽ അടുത്ത മാസം വരുമ്പോൾ പറയുക. അപ്പോൾ അതിലേക്കുള്ള കുറച്ച് സംഭാവനകൾ ഇവിടെ ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ സംഭാവന നമ്മുടെ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടി റഫീഖ് നിങ്ങളോട് പറയുന്നതാണ്. ആദ്യത്തെ സംഭാവന നമ്മുടെ മിലൻ സൈദലവിക്കാടെ കയ്യിൽ നിന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട